അല്ലേ നിങ്ങൾ എന്താ കാണണേ? എന്താക്കാൻ പോവാ നിങ്ങള്? ഇതോ ഇതെന്താ പിന്നെ അത് കഴിഞ്ഞ സർവീസിനുണ്ടായപ്പോ 500 കിലോമീറ്റർ ബ്രേക്ക് പാഡ് ഓടുമെന്ന് പറഞ്ഞു. 500 ആയോ? 2000 കിലോമീറ്റർ ഓടി കഴിഞ്ഞു. അപ്പൊ അതൊന്ന് മാറ്റണം ബ്രേക്ക് പാഡ്. യൂട്യൂബ് നോക്കി നന്നാക്കാൻ പോവാ? യൂട്യൂബ് നോക്കണ്ടേതാ? നിങ്ങളെ നന്നാക്കുന്നേ? നിങ്ങളെ നന്നാക്കുന്നേ? ഞാൻ നന്നാക്കുക പോവാ വാങ്ങാ. ഇനി റെഡിയാണോ? ഞാൻ റെഡിയാ, വാങ്ങാൻ പോവാൻ റെഡിയാ. ഉടളി പോയി നോക്കാം. കാറ് നന്നാക്കി കഴിഞ്ഞാൽ ഞങ്ങളെ കയറില്ല. അല്ല നമ്മൾ പോയി നോക്കാം. ബ്രേക്ക് പാഡ് വാങ്ങാം. അത് പറ്റും. ആ ഫ്രണ്ടിൽ 2 ബ്രേക്ക് പാഡ് മാറ്റാം. എന്നാ വാങ്ങാൻ പോവാ നമുക്ക്. വാങ്ങാൻ പോവാ. ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിട്ട് ഇൻഷുറൻസ് എടുക്കാൻ ഷോപ്പ് കണ്ടെത്തില്ലേ? ഒരുപാട് കൂടുതൽ അവിടെ ഷോപ്പ് കിട്ടി. ഇതാക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് കുറച്ചടുത്തായിട്ട്. സാധനം കിട്ടിക്കിന് സൂപ്പറിന്റെ ടി വി എസിന്റെ സാധനം. സൂപ്പർ സാധനം പുതിയ കണ്ടുപിടുത്ത ഉറപ്പ്. സാധനമൊക്കെ വാങ്ങി. ഇനിയിപ്പോ എന്താ അറിയോ, ഒരേ ഇങ്ങോട്ട് സാധനം വാങ്ങാൻ ഇറങ്ങാൻ അമ്മ പറഞ്ഞ് പിന്നെ നേരെ ഹെൽത്തിലൊന്നും ആക്കണമെന്ന് പറഞ്ഞു. ഹെൽത്തിൽ അമ്മള് ഉമ്മനെയും കൂട്ടുക, നേരെ പുറേ പോവുക, വണ്ടിനെ ടയർ അയക്കുക, സെറ്റ് ആക്കുക. മുമ്പിൽ വരണ്ട, ബ്രേക്ക് പാഡ് ഒന്ന് മാറ്റി കണ്ടാ മാറിന്നോളാ ഉറപ്പ്. ആ താരാ മെഡിക്കലിൽ പോയിട്ട് അപ്പക്ക് ആടിന് കൊടുക്കാൻ എന്തോ ഒരു ഗുളിക വാങ്ങണം. ഇപ്പൊ നേരെ കൊടുവള്ളി ഹെൽത്ത് സെന്റർ ആരോഗ്യ കേന്ദ്രം. ഇങ്ങനെ കാർ ഇങ്ങോട്ട് വരാനുള്ളതാണ് വിചാരിക്കാം. കാണിക്കാൻ കേറിയിട്ടില്ല, കാണിച്ച കഴിഞ്ഞിട്ടുണ്ടാവും. തിരക്കൊന്നുമില്ല, കഴിഞ്ഞു. കല്യാണത്തിൽ വരയ്ക്കാം. എത്രാം തീയതി പറഞ്ഞെടുത്തേക്ക്? ഇപ്പൊ ഓനോട് ചോദിക്കണോ? എനിക്ക് ഓർമ്മല്ല, ഞാൻ ആൾക്കാർ വരുന്ന ദിവസമായിട്ട് വെക്കും. ആരും ആകില്ല, ആടിങ്ങോട്ട് വന്നാൽ അപ്പം വരും പറഞ്ഞു. കഴിഞ്ഞിട്ട് നമുക്ക് പുതുക്കം പോകാനുള്ള വണ്ടി ബ്രേക്ക് ഇപ്പൊ നന്നാക്കാം. പുതുക്കം പോകാനുള്ള കൊണ്ട് നന്നാക്കുക കേട്ടോ. അത് യൂട്യൂബ് ഒക്കെ കണ്ടാ നന്നാക്കാൻ പോണേ. നമുക്കറിയാൻ പോലെ നന്നാക്കി വെക്കാന്ന്. ഈ കാറും ചങ്ങായിനെ ആര് കണ്ടോ ആടുന്ന് മാറിന്നോളാ. പിന്നെ വേറെ ഒന്ന് പറഞ്ഞാ, ഇത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കാരണം നിങ്ങൾ എന്നിട്ട് യൂട്യൂബ് നോക്കിയതോ? നിങ്ങൾ കമ്പനിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ അത് ഒരു വെറുതെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പേഡ് വാങ്ങിക്കൊണ്ടുവരിക, അയച്ചു മാറ്റി തരണം, നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. ടി വി എസിന്റെ സൂപ്പർ സാധനമല്ലോ വേണ്ടി. സൂപ്പർ സാധനം ഏത് വാങ്ങിയാൻ പ്രശ്നമില്ല. ആ യൂട്യൂബ് നോക്കണോ? കിട്ടി, വല്ലാത്ത കിട്ടലേക്ക്. ടയർ അല്ല ജാക്കി കണ്ട ജാക്കി വെക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ലൂസ് ആക്കിട്ടേക്കാം. അത് നല്ല നമ്മളെ ആരോഗ്യത്തിനൊക്കെ നല്ലതാ. ആരോഗ്യത്തിന് നല്ലതാകും. ആരോഗ്യത്തിന് നല്ലതാ. ഈ ജാക്കി അവിടെ വെക്കുമ്പോ ഇതിങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കും. പിന്നെ ഈ ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്തൊക്കെ ബാക്കിലേ ഉണ്ടാവും, ഫ്രണ്ടിൽ വലിയ പിടുത്തൊന്നും ഉണ്ടാവില്ല. ഹാൻഡ് ബ്രേക്കിന്റെ ജാക്കി എങ്ങനെ വെച്ചെടുക്കണ്ടി പറഞ്ഞു. ജാക്കി ഞാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ജാക്കിയും വെക്കാൻ അറിയുന്ന ആൾക്കാർ, ആക്കി വെച്ച് ടയർ അയക്കാൻ അറിയുന്ന ആൾക്കാർ പഠിപ്പിച്ചെടുക്കി. ജാക്കി എങ്ങനെ വെക്കണ്ടി, ഏടെ വെക്കണ്ടി, ഏടെങ്കിലും വെച്ചിങ്ങാണ്ട് വണ്ടി കൊണ്ടുപോകാൻ എന്തോ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതിനൊക്കെ. അതൊന്നും എനിക്ക് ഓർമ്മല്ല. ഇത് ആദ്യം ഇവിടെ വെച്ചാൽ കാലിന്റെ മുട്ട പോവാണ് അതിന് വേണ്ടി തന്നത്. ഇത് പോയിന്റ് ആണോ എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ജാക്കി എവിടെങ്കിലും ഇവിടെ വെച്ച് നോക്കട്ടെ. വണ്ടി നിന്നാ മതി നിൽക്കും വിചാരിക്കാം. പക്ഷെ നല്ല മാവിന്റെ തണല്, മാവൊക്കെ ഉണ്ട് അതിനെക്കൊണ്ട് മുറ്റത്ത്, തണലൊക്കെ ഉണ്ട്. മാങ്ങല്ല കേട്ടോ, മാങ്ങൊക്കെ വാപ്പന്ന് വെച്ചാ 4 മാങ്ങട്ടുണ്ടായി. 4 തണ്ടേ. ടയർ ഊരി കഴിഞ്ഞു. വെറുതെ വെച്ചിട്ടാണ്. എന്താന്ന് വെച്ചാലോ, അഥവാ താന്നു പോയാലും ചെറിയൊരു സമാധാനത്തിന് വേണ്ടി ടയർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ടോപ്പ് തുറന്നിടാൻ വേണ്ടി. ആ ടോപ്പം തുറന്നിട്ടാ നല്ലതാണ്. അതിന്റെ എന്തോ തള്ളി കൊടുക്കുമാണ്, പേരൊന്നും കൊടുക്കും. ഓ ചൂടോട് ചൂട്. അത് തുറന്നിട്ടേക്കാം, ഒന്ന് വെറുതെ ഒന്ന് തുറന്നിട്ടേക്കാം. ഒരു ഹെയർ എന്താ പറയുന്നത്? എങ്ങനെ അത് തുറന്നിട്ടാല് ബ്രേക്ക് ഔട്ട് നല്ലേ? നിങ്ങൾ യൂട്യൂബ് ഒക്കെ കണ്ടിങ്ങാണ്ട്
തന്നെ പരിപാടി. യൂട്യൂബ് നോക്കുക, കാണുക, പണിയെടുക്കുക. ബൈക്കിന്റെ എഞ്ചിൻ കഴിഞ്ഞിട്ട് വേറെ എഞ്ചിൻ കയറ്റി ചിലപ്പോ എല്ലാ പണിയും ഒരു പ്രസ് ചെയ്യുന്ന സാധനം കൂടി തരും. പേരൊന്നും ചോദിക്കാതെ. അപ്പൊ ഈ ഈ സുന അങ്ങോട്ട് തള്ളുന്നതാണ് ബ്രേക്ക് പിടിക്കുക. ഈ സുന എന്ത് ചെയ്യുക, നമ്മൾ അങ്ങോട്ട് തള്ളിയിട്ട് മെല്ലെ, ഇത് ഹൈഡ്രോളിക് സിസ്റ്റം ഉണ്ടാകുക, ഓയിലാണല്ലോ, അത് മെല്ലെ മെല്ലെ തള്ളി തള്ളി ഉള്ളിലേക്കാക്കി വെച്ചാൽ എന്താണെന്നറിയോ, ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പോകുന്നുണ്ട്. സുന ഉള്ളിൽ തള്ളി വെച്ചേക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു 12 ഒരു 12 നട്ടുണ്ട് ഇവിടെ. ഇതങ്ങോട്ട് ലൂസാക്കിയിട്ട് ഇതങ്ങോട്ട് പൊന്തിച്ച് കമ്പനി കുറച്ച് ഇലക്ട്രിക് സാധനം കൊണ്ട് കൊടുത്ത് എടാ കോളേജില് അമ്മ ഒത്തിരി എന്തായിക്കിന് ലൂസാക്കുക. ഇങ്ങനെ തിരിഞ്ഞു പോകാണെങ്കിൽ ഇതിങ്ങനെ മെല്ലെ പിടിച്ചോട്ടാൽ മതി. ലൂസായി കഴിഞ്ഞാൽ നട്ട് ഇങ്ങോട്ട് കിട്ടും. നട്ട് കിട്ടിയാതാ ഇത് മെല്ലെ മേലോട്ട് കൊണ്ടാക്കുക, സാധനം കൊണ്ട് ഊരുക. അയ്യോ നാളെ ഞങ്ങളെ മെക്കാനിക്ക് ഫസ്റ്റ് മെക്കാനിക്ക് മണവാളനുവാ പോയി കണ്ട പോയി ഓടി. ഈ സാധനം എന്തിനുള്ളതെന്ന് അറിയോ? തായി കാണേണ്ട ഒരു കമ്പി എന്തിനാ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ആരോ വേറെന്തോ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളി. പിന്നെ ഇത് നമ്മളിത് ഈ കട്ട ഇങ്ങനെ തേഞ്ഞ് തീർന്ന് ഏകദേശം ഈ ഒരു കമ്പിന്റെ ലെവലെത്തുമ്പോൾ ഡിസ്കുമ തട്ടിയിട്ട് ചെറിയ സൗണ്ട് വരൽ തുടങ്ങും. എന്നുള്ള സൗണ്ട്. ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണോ, നമ്മൾ ബ്രേക്ക് തീർന്നിക്കുന്നുള്ളേ. അതിന് വേണ്ടിയുള്ളതാണ് ഈ ഒരു സംഭവം. ഓക്കെ, അല്ല എന്തേ സംഭവിച്ചേ? അല്ല അയാള് ഇതെന്തോ ഇത് റെയർ കാറാണ് സംഭവം. അതാണ് ആർക്കുണ്ടോ ഓർമ്മ, ഇത് എർട്ടിഗന്റെ സാധനമാണെന്ന് പറഞ്ഞു. അതാ അതിന് വരണേന്ന് ഒരു ഐഡിയ. കമ്പനിക്ക് മാറിയാണോ ആർക്ക് മാറിയാണെന്ന് ഓർമ്മല്ല, സംഗതി മാറിയതാ. ഓക്കെ, ഇതൊന്ന് മാറ്റി വന്നു. സംഭവം പുതിയ ബ്രേക്ക് പാഡ് കയറ്റി ഈ സാധനം ഇങ്ങനെയും പിടിച്ചെടുത്താ ഇങ്ങനെ മെല്ല. ഇത് അധികം മസിൽ പിടിച്ചിട്ട് കാര്യമല്ല, ഇത് മെല്ലെ ഇങ്ങനെ ഒരു സ്ലോലി ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മാത്രം മതി. മസിൽ പിടിച്ചാൽ അങ്ങനെ ആക്കിയാൽ കയറുമെന്നും വിചാരിക്കണ്ട. ഇത് ഹൈഡ്രോളിക് ആയതും കൊണ്ട് ഇപ്പം കണ്ടില്ലേ ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മൾ നിൽക്കുന്നു. ഇനി ഒന്നും ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് മെല്ല സ്ലോലി മസിൽ റെഡിയല്ലേ. ഇതെന്ത് ചെയ്യാം, റെഡിയല്ലേ. ഇന്നത്തെ ഒരു ബോൾട്ടോ നട്ട് എന്തൊക്കെ ഉണ്ടെങ്കിലോ ബോൾട്ട് ഉണ്ടെങ്കിലോ ഇവിടെ ടയർ കയറ്റുക. ഇത്രേ പണിയുള്ളൂ. ടയർ കയറ്റും 10 മിനിറ്റ് മതി മാറ്റാനല്ലേ? തിരിച്ചല്ലേ? വെറും 10 മിനിറ്റ്. ഇത് തിരിച്ചല്ല, അങ്ങനെ സാധനമല്ലേ സുന. ഉള്ളിൽ കയറിക്കാം. ഓക്കെ, ഇനി ഈ കാറ് കണ്ടാല് മാറിന്നോളാ. നമ്പർ കാണിച്ചു കൊടുത്തില്ല, നിങ്ങളെ കണ്ടാ മാറിന്നോട്ടല്ലേ. ഇതിപ്പോ ഒരു ഭാഗത്ത് 10 മിനിറ്റ് ടൈം എടുക്കും നമുക്ക്. ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ട് എല്ലാം കഴിയും. അറിയുന്നവനാണെങ്കിൽ അറിയുന്നവന് അങ്ങനത്തെ അറിയണമെന്നില്ല. ഞാൻ പറയില്ലേ, ജാക്കി വെക്കാൻ അറിഞ്ഞാൽ മതി, ജാക്കി ടയർ വയ്ക്കാൻ അറിഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ജീവന്റെ അടുത്ത വീഡിയോ കാണാം. ജീവന്റെ അടുത്ത വീഡിയോ. ഓക്കെ, ബൈ.